ഞാൻ പട്ടിക്കാട് പോകുന്ന സമയത്ത് ഈ ഉസ്താദിന്റെ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ നേരെ വന്നിട്ട് ഈ ഉസ്താദിന്റെ പേര് കേട്ടാ വരയ്ക്കും, കണ്ടാ പിന്നെ അതിനെ കാണാൻ മൂപ്പരങ്ങ് കയറി നേരെ വന്നിട്ട് ഞാനിരിക്കുന്ന ബെഞ്ചിൽ വന്നാണ് ബുഖാരി സെബ്ക. അങ്ങ് സെബ്ക ഇങ്ങനെ കേട്ടിങ്ങനെ ഇരുന്നു. ഈ ഉസ്താദിനെ അറിയാം യൂസുഫാജിനെ. അതൊന്ന് കേട്ടിങ്ങനെ ചിരിച്ചുകൊണ്ട് അങ്ങ് ഇരുന്നു. സെബ്കൊക്കെ നിർത്തിയതിന് ശേഷം എന്നെ വിളിച്ചു, ഈ ഉസ്താദ് നീ അടുത്ത തുഹഫ ഉണ്ട്, നീ അതിനൊന്നും വരണ്ട, നീ യൂസുഫാജിനെ ശ്രദ്ധിച്ച് ഉപ്പർക്ക് ഭക്ഷണോ എന്താ വേണ്ട ഹിദ്മത്ത് ചെയ്ത് കൊടുത്താൽ മതി. ഞാനങ്ങനെ പോയി. യൂസുഫാജിയകര പട്ടിക്കാടിന്റെ ഗേറ്റിന്റെ പുറത്തിറങ്ങി. പിന്നെ ഷൊർണൂരിൽ നിന്ന് നിലമ്പൂർക്ക് പോകുന്ന ട്രെയിൻ ഇങ്ങനെ വന്നു. ട്രെയിനിന്റെ ശബ്ദം ഇങ്ങനെ കേട്ടപ്പോഴേക്ക് ചാടാൻ തുടങ്ങി, തുള്ളാൻ തുടങ്ങി. എന്ന് പറഞ്ഞിട്ട് അങ്ങ് തുള്ളിച്ചാടി. ഈ തുള്ളലും ഈ ചാടലും ഈ ട്രെയിനിന്റെ ശബ്ദത്തിന് അനുസരിച്ചുകൊണ്ട്, അതിന്റെ ശബ്ദത്തിനനുസരിച്ചുകൊണ്ട് ഇങ്ങനെ തുള്ളിച്ചാടി അങ്ങ് നടക്കാൻ തുടങ്ങി. ദിക്റും അതേപോലെ ദിക്റുമായി. ഞാൻ എന്തൊരു അത്ഭുതം പഠിച്ചു. അവിടെ ട്രെയിന് പോയി, ഇവിടെ ഇദ്ദേഹം ഇങ്ങനെ തുള്ളുന്നു. അതെല്ലാം കഴിഞ്ഞ് ട്രെയിൻ അങ്ങോട്ട് പോയതിനു ശേഷം ഞാൻ യൂസുഫാജിനോട് ചോദിച്ചു, ഇവിടുന്ന് എന്തപ്പോ കാട്ടിയത്? മോനെ, അതിന്റെ ശബ്ദം മുഴുവനും എനിക്ക് അള്ളാഹുവിന്റെ ദിക്റായിട്ടാണ് കാണാൻ കഴിഞ്ഞു. അതിന്റെ കൂക്കലും അന്ന് മറ്റേതാ, കൂക്കുന്ന പിന്നെ കരിയുടെ ട്രെയിനാണ്. അതും ഇതെല്ലാം എനിക്ക് ദിക്റായിട്ടാണ് കേൾക്കാൻ. ഞാനും ആ കൂട്ടത്തിൽ ദിക്റ് ചൊല്ലിപ്പോയതാണ്. ചൊല്ലണം. മുൻഗാമികളായ മഹാത്മാക്കൾ അവർ വയത് പറയും. ആ വയതനുസരിച്ച് അതേ സദസ്സിൽ ഇരുന്നുകൊണ്ട് ദിക്റ് ചൊല്ലി കാട്ടിത്തരും. ആ ദിക്റിൽ എല്ലാവരും മുഴുവൻ. നിങ്ങൾക്കറിയില്ലേ, ഖാദിരിയ റാത്തീബിന്റെ പഴുതാനയിൽ ഇശാനസ്കാരത്തിന് ശേഷം ഭക്ഷണം കഴിച്ചു എന്നിട്ട് റാത്തീബ് തുടങ്ങിയാൽ സുബഹിയാകുന്നതിന് മുമ്പല്ലേ ഖാദിരിയ റാത്തീബ് തീരാറുള്ളത്? ആ റാത്തീബിന്റെ ലദത്ത് ഇന്നുണ്ടോ? എവിടെ പോയി? അല്ലാഹുവിന്റെ ദിക്റിന്റെ ലദത്ത് എവിടെ പോയി? ആ ദിക്റും ആ രസവും നമ്മുടെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. സുറൂറുൽ ഖൽബി ദിക്റുല്ലാഹ് വ ഉൻസുൻ നഫ്സി ഫിക്റുല്ലാഹ് വകൂനൂ ഔലിയാ അല്ലാഹ് ബിലാ ഇലാഹ ഇല്ലല്ലാഹ് സാകിറും ബിൽ മൈലി യുംനാ സുമ്മ ശിമാലാ ഹല്ലലാ ഫീ കുല്ലി ഹാലിൻ وهو لا زال لا إله إلا الله جل جلاله محمد رسول الله بدر جماله. എല്ലാ സമയവും അല്ലാഹുവിനെ ദിക്ർ ചൊല്ലുക. അങ്ങനെ ദിക്ർ ചൊല്ലുമ്പോഴാണ് ഇങ്ങനത്തെ മഹാത്മാക്കളായി മാറുന്നത്. അഹ്ലുൽ മഹബ്ബത്തി ഫിൽ മഹബൂബി ഖദ് ശഗലു വഫീ മഹബ്ബതിഹിം അർവാഹും ബദലു. അഹ്ലുൽ മഹബ്ബ, മഹബ്ബത്തിന്റെ ആളുകൾ ഫിൽ മഹബൂബി ഖദ് ശഗലു, ആരെയാണ് സ്നേഹിക്കുന്ന റബ്ബിൽ അവരത് ജോലിയായി. പിന്നെ മറ്റൊന്നില്ല, അല്ലാഹുവിന്റെ ദിക്റല്ലാതെ അവരുടെ നാവിൽ നിന്ന് വരാറില്ല. അവരെ നോക്കുന്നതും കാണുന്നതും കേൾക്കുന്നതും അല്ലാഹുവിന്റെ ദിക്റ. ശബ്ദങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ ദിക്റായി മാറും. യൂസുഫാജി റളിയല്ലാഹു അൻഹു അല്ലാഹു തആല ദാക്കിരീങ്ങളുടെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ഹൃദയത്തിലും ദിക്റിന്റെ ലദ്ദത്തുകൾ നൽകുമാറാകട്ടെ, ആഫിയത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ. അവരുടെ കൂടെ നമ്മളെയും അല്ലാഹു ഒരുമിച്ച് കൂടുമാറാകട്ടെ.